അശ്വതിയാണ്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞു. നമ്മൾ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞാൻ പ്രതീക്ഷിച്ചതിലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഒത്തിരി എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അത്ര സബ്സ്ക്രൈബേഴ്സോ, എനിക്ക് 150+ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഈവൻ അത് അത്രേ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ ലോങ് വീഡിയോ ഇടാൻ ഇപ്പോഴൊന്നും ലോങ് വീഡിയോ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഷോർട്സ് ഒക്കെ തന്നെയാണ് ഡെയിലി ഒരു 1-2 ഷോർട്സ് അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റയിലായാലും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഫോട്ടോസ് ഇടുക. അപ്പോൾ അതാണ് ഈ ഒരു 5 ഡേയ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, എത്ര രൂപ ഫസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചോദിച്ച് ആദ്യം ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അടുത്ത ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ വീണ്ടും എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമ്മുടെ സാധനങ്ങൾ എടുത്തത്, എവിടെ നിന്നാണ് എന്നൊക്കെ, നിങ്ങൾ എങ്ങനെ പോയി എടുത്തു, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ എവിടെ നിന്നാണ് എടുത്തത്, ആദ്യം തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ ആലോചിച്ചാണ് ഇത് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നെക്കൊണ്ട് എനിക്കറിയാവുന്നതും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ തുടങ്ങിക്കോ, ഞാൻ കൂടെ ഉണ്ട്, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഈ നിമിഷം വരെ ആളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തും പുള്ളിയുടെ എക്സ്ട്രീം ലെവൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു 5 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തത്. 70,000 രൂപയിൽ നിന്നാണ് ഞാനിത് തുടങ്ങിയത്. കട്ട് ചെയ്തത് ഈ ഒരു 70,000 രൂപ കൊണ്ടാണ്. 70,000 രൂപയും ഇല്ല, ടോട്ടൽ പറയാണ് 70,000 രൂപ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു എമൗണ്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 50,000 രൂപ ഒരു അടുപ്പിച്ച് ഞാൻ ഡ്രസ്സ് എടുത്തു. അതിൽ നിന്നാണ് ബാക്കി അടുത്ത ഡ്രസ്സ് എടുത്ത് വരുന്നത്. ഞാൻ പറയും, ഈ 5 ദിവസം കൊണ്ട് കിട്ടിയ പൈസ കൊണ്ട് അടുത്ത ഡ്രസ്സ് എടുക്കുക, അങ്ങനെ പോവാം. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കുണ്ടായിരുന്നത്, പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് എവിടെയാണെന്നാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നോക്കി, ഞാൻ അറിയാവുന്ന സ്ഥലത്ത് ആദ്യം പോവാം എന്നായിട്ട് ഞാൻ പോയത് ബ്രോഡ്വേയിലാണ്. എറണാകുളം ബ്രോഡ്വേയിലാണ് പോയത്. അവിടെ കുറേ കടകളുണ്ട്. ഞാൻ കുറേ എടുത്ത് പറയാൻ കാരണം ബ്രോഡ്വേക്ക് പോയിട്ടില്ലാത്ത കുറേ പേരുണ്ട്. ഈവൻ ഞാൻ പോലും ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിറയെ കടകളാണ്, ഫുൾ കടകൾ, ഹോൾസെയിൽ കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് അവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, നല്ല സാധനം നോക്കി പോവുക. നമ്മൾ ആദ്യം കയറി കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റും ആൻഡ് ക്വാളിറ്റി ഭയങ്കര കുറവുള്ള സാധനങ്ങളും ഉണ്ട്. എല്ലാ കടയല്ല, കുറേ കടകൾ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട്. അതനുസരിച്ച് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ ആയാൽ പോലും കൂടുതലായിരിക്കും. ഈവൻ നല്ല സാധനം നോക്കി എടുക്കുക, പ്രൈസിനെക്കാട്ടിലും നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയിൽ കൊടുക്കുക. ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നാൽ ബിലോ 1000 നിൽക്കണം, അതുകൂടിയുണ്ട്. ബിലോ 1000 നിൽക്കുക. ഞാൻ കൊടുക്കുമ്പോൾ ബിലോ 1000 ആ ഒരു രീതിയിലൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയി എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ തപ്പി എനിക്ക് കിട്ടി. അതും കഴിഞ്ഞ് ഞാൻ ഒരു 1 ഡേ എടുത്തു. നമ്മൾ സാധനങ്ങൾ എടുത്തു, പർച്ചേസിങ് കഴിഞ്ഞു. അപ്പം ഞാൻ ഓരോ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പർച്ചേസിങ്, പാക്കിങ്, പ്രൈസിങ്, ടാഗിങ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സായി. അപ്പം അതിന് മുന്നേ ഡ്രസ്സ് ആദ്യം എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡ്രസ്സിന് മുന്നേ ഡ്രസ്സ് പാക്ക് ചെയ്യാനുള്ള കവറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസ്സിൽ അതിൻ്റെ കാർഡ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ടാഗ് ചെയ്യാനുള്ള ട്രെയിന്, കാർഡ് പ്രിന്റ് ചെയ്തും കൊടുത്തു. പിന്നെ പാക്കിങ് അതൊക്കെ കഴിഞ്ഞു. പാക്ക് ചെയ്യാനുള്ള കവറ് അതൊക്കെ കഴിഞ്ഞു. പിന്നീട് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡായി. ബാക്കി കാര്യങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു. ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു.
അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ പ്രോഡക്ട്സിനെ എല്ലാവരിലേക്കും എത്തിക്കാം. അതായിരുന്നു പിന്നെ മൈൻഡ് ഉണ്ടായത്. അപ്പം യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ലൈറ്റും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ എവിടെ ബാക്ക്ഗ്രൗണ്ട് എവിടെ സെറ്റ് ചെയ്യുന്നതായിരുന്നു ചിലപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് വല്ല ക്രേപ്പ് മെറ്റീരിയലും എടുത്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം, പിൻ ചെയ്തൊക്കെ വെക്കാം എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ പോയി കുറച്ച് മെറ്റീരിയൽ മേടിച്ചിട്ടും കുറഞ്ഞ് കുറച്ചൊരു 2-3 മീറ്റർ മെറ്റീരിയൽ മേടിച്ച് സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഫസ്റ്റ് ഒരു 2-3 വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ക്ലോത്ത് ആണ്, ക്രേപ്പ് മെറ്റീരിയൽ ആയിരുന്നു. ഫസ്റ്റ് അങ്ങനെയായിരുന്നു. പിന്നെയാണ് വേറൊരു അടുത്ത ഭിത്തിയിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്യാമെന്ന് കരുതി നെക്സ്റ്റ് അങ്ങോട്ടേക്ക് മാറ്റി പിന്നെയുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാലും ഞാൻ ഇട്ട് എടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി ആയിരിക്കും എല്ലാവരും നോക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലാണ്ട് നിൽക്കുക എന്നുള്ളൊരു മൈൻഡായി. പിന്നെ കഴിഞ്ഞ് ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ലൈറ്റിന് ഒരു സൊല്യൂഷൻ വേണം. അടുത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ പിക്സോറ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങളുടെ വെഡിങ് വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നത് പുള്ളിക്കാരനായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ കടയിൽ സ്റ്റുഡിയോയിൽ ഒരു ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളിയായിട്ട് പറഞ്ഞതാണ്. പുള്ളി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയായിട്ട് ചോദിച്ചതാണ് ഹസ്ബൻഡിനോട്. മേടിച്ച് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറായിട്ട് വേണം എന്നില്ല. നമുക്ക് ഒരു പേജ് കാര്യങ്ങളൊക്കെ ആയാലും മതി. ഈവൻ അതായിരുന്നാൽ കൂടി നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ മണി മാനേജ്മെൻറ്റ് പോലെ തന്നെ ക്ലോത്ത്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാമെന്ന് പറയുന്നതും മണി മാനേജ്മെൻറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പറയാനുള്ളത് താങ്ക്സ് ആണ്. കുറേ പേരുണ്ട്. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. പിന്നെ ഒന്ന് ഹസ്ബൻഡാണ്. ആളോട് നന്ദി നല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പം അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ താങ്ക്സ്. അപ്പോൾ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.